ഹായ് ഹലോ. ഇന്നലെ വീട്ടിൽ നിന്ന് പോരുമായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടെ പറഞ്ഞു സ്കൂൾ പൂട്ടിയിട്ട് എവിടേക്കും പോയിട്ടില്ല, എവിടെയെങ്കിലും കൊണ്ടുപോകാമെന്നൊക്കെ ചോദിച്ച് മക്കൾ കുറേ ദിവസമായി പ്രശ്നം ഉണ്ടാക്കൽ തുടങ്ങിയിട്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചു തേക്ക് മ്യൂസിയം വരെ പോകാമെന്ന്. എന്താ പറയുക, കൂടുതൽ തവണ കണ്ടിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടത്. കാരണം കുഞ്ഞുനാളിലൊക്കെ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ പഠനയാത്ര എന്നൊക്കെ പറഞ്ഞിട്ട് എടുത്തേക്കാണ് നമ്മളെ കൊണ്ടുപോകുക. അപ്പോൾ ആദ്യം ചൂസ് ചെയ്യുക എനിക്ക് തോന്നുന്നു ഇവിടെ തന്നെ ആയിരിക്കും. അതുപോലെ നമ്മുടെ തൊട്ടടുത്തുള്ള ചേച്ചിമാരെ കല്യാണമൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ ഇങ്ങോട്ട് ട്രിപ്പ് വന്നിട്ട് ഇവിടുന്ന് ഫോട്ടോസൊക്കെ എടുത്ത് പോയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളൊരു സ്ഥലം ഒരു പക്ഷേ ഇത് തന്നെ ആയിരിക്കാം ചെറുപ്പം മുതൽ. പിന്നെ ഞാൻ കല്യാണത്തിൻ്റെ മുന്നൊക്കെ പോയിട്ട് പിന്നെ ഇതുവരെയും കല്യാണം കഴിഞ്ഞിട്ട് പോയിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ പണ്ടത്തെ ഓർമ്മകളൊക്കെ അയവിറക്കി നമ്മളിതിലൂടെ നടന്നു. വലിയ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല കേട്ടോ മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ. പിന്നെ നമ്മളൊരു മിറർ കണ്ട അവിടെ എന്തായാലും മിററിൻ്റെ അടുത്ത് കുറച്ച് വീഡിയോസൊക്കെ എടുത്തുകൊണ്ട് നിൽക്കും. അതങ്ങനെയാണ്. അപ്പോൾ അവിടെ പണ്ടത്തെ പുരാതന കാലത്തത്തെ ഓരോ വസ്തുക്കളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വീഡിയോ എടുത്തു. പിന്നെ തേക്കിൻ്റെ ഓരോ സംഭവങ്ങളും അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതേ കുറേ പ്രാണികൾ, ബട്ടർഫ്ലൈ, അങ്ങനെ കുറേ സംഭവങ്ങൾ. ഇതൊക്കെ നമ്മൾ പണ്ട് മുതലേ കണ്ട സംഭവങ്ങൾ തന്നെയാണ്. കാരണം അവിടെ വേറെ വലിയ മാറ്റങ്ങളൊന്നും ഇല്ല. ഇതെന്തിനാ കൈവച്ച് മറിച്ചതെന്ന് ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് ആർക്കെങ്കിലും കൂടിക്കാണും. കാരണം ആ ഫോട്ടോ എടുത്തിട്ട് അവൾ എൻ്റെ അടുത്തേക്കാണ് ഫോൺ തിരിച്ചത്. അതുകൊണ്ടാട്ടോ ഞാൻ കൈ വെച്ചിട്ടിങ്ങനെ മറച്ച് പിടിച്ചത്. പിന്നെ നമ്മളിത് അതിനകത്ത് കുറേ സ്ഥലത്ത് നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ സ്പേസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഫോട്ടോസൊക്കെ കുറച്ചെടുത്തു. പിന്നെ ഇതേ പണ്ടത്തെ കാലത്തെ ചെരുപ്പ്, വിളക്ക്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ അത് പുതിയൊരു പണ്ടത്തൊന്നും കാണാത്തല്ല. അപ്പോൾ അവർക്കതൊക്കെ ഒരു ഭയങ്കര ഒരു കൗതുകമായിരുന്നു. പിന്നെ ഇതേ ഈ മങ്കീസിനെ കാണുമ്പോൾ നമുക്ക് എന്താ അവർ ഓരോ പ്രവൃത്തിയും കണ്ടുകൊണ്ടിരിക്കുക നല്ല രസമാണല്ലേ. നമ്മൾ കുറേ വീഡിയോസ് കുറേ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. പിന്നെ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ ഞാനും എടുത്തു, ദേവുട്ടി എടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ നമ്മൾ നേരെ പാർക്കിലോട്ടാണ് പോയത്. അവിടെ പോയാൽ അറിയാമല്ലോ, കുഞ്ഞുങ്ങൾ അവരുടെ ലോകത്തേക്ക് ഓടിപ്പോകും. നമ്മൾ ഒരു സ്ഥലത്ത് ഇങ്ങനെ നോക്കി നിൽക്കാനേ പറ്റുള്ളൂ. പിന്നെ എനിക്ക് തോന്നിയ കുറച്ച് മാറ്റമൊക്കെ വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു ഗാർഡൻ ഏരിയയിലാണ് കേട്ടോ. കാരണം പണ്ടത്തെ ഇതിനേക്കാളും ബെറ്റർ ആക്കിയിട്ടുണ്ട് അവിടെ ഓരോ സംഭവങ്ങൾ. ഇതൊക്കെ ഞാൻ ടീച്ചറായ ടൈമിൽ ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് ഞങ്ങൾ ടീച്ചേഴ്സ് മാത്രം പോയിട്ടുണ്ടായിരുന്നു. അന്ന് ഈ വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഫോട്ടോ എടുത്തതൊക്കെ എൻ്റെ ഫോണിലുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു അത് ഇതൊക്കെ ആദ്യം ഉള്ളതാണെന്ന് പറഞ്ഞു. പക്ഷേ ഈ സംഭവങ്ങളൊക്കെ പുതിയതാണ് കേട്ടോ. അതുപോലെ ഞാൻ ആ മേലെ നിന്നിട്ടുള്ളൊരു വ്യൂ ആണ് അതൊക്കെ. ഒരുമാതിരി കുത്തുന്ന സൈസ് ഒരു വെയിലായിരുന്നു കേട്ടോ പോകുമ്പോൾ. അപ്പോൾ നമ്മളൊരു തണൽ കണ്ടായിരിക്കാമെന്ന് ഓർത്ത് തണലത്ത് വന്നപ്പോൾ കുറച്ച് നേരം ഇരുന്നു. പിന്നെ ഉൾക്കാടുകളിലൂടെയൊക്കെ അങ്ങനെ കുറച്ച് നടന്നിട്ടുണ്ടായിരുന്നു. നടന്ന് കാല് കാഴ്ചപ്പോൾ ഊഞ്ഞാലാടാമെന്ന് വിചാരിച്ച് ഞാനും ദേവട്ടിയും കൂടെ കുറച്ച് നേരം ഊഞ്ഞാലിലിരുന്നു കേട്ടോ. പിന്നെയും വട്ടം ചുറ്റി നമ്മൾ പാർക്കിലോട്ട് തന്നെ എത്തിയിട്ടുണ്ട്. പിന്നെ ഊഞ്ഞാലിലിരുന്ന് അവർ കുറച്ച് നേരമൊക്കെ ഊഞ്ഞാലാടി. അത് കഴിഞ്ഞ് നമ്മളൊരു ഐസ്ക്രീമൊക്കെ മേടിച്ച് എല്ലാവരും കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അമ്മയ്ക്ക് കൊടുത്തു എന്നല്ലാതെ അമ്മ കഴിച്ചില്ല കേട്ടോ. അതും കൂടെ മക്കൾസാണ് കഴിച്ചത്. പിന്നെ നമ്മളത് കഴിഞ്ഞത് ഒരു കൈയില്ലാത്തൊരു മങ്കീനെ കണ്ടോ. ഇതിന് വിജയശേഷം ഒരു കേക്ക് വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇരുന്ന് കഴിക്കുകയാണ്. പാവം തോന്നി, കൈ ഒരെണ്ണമല്ല. അപ്പോൾ അവരതൊന്ന് മേടിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അവിടെ ഇരുന്ന് കഴിക്കുകയാണ്. പിന്നെ കുറേ ആൾക്കാർ വേറെ കാണാൻ നല്ല രസം. ഇവരൊക്കെ കച്ചറ കൂടാൻ തോന്നുന്നു. പിന്നെ അവിടെ നിന്ന് പോകുന്ന നമ്മൾ ഒരു ചായയൊക്കെ കുടിക്കാമെന്ന് കരുതി കയറി. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കുറേ ട്രാവൽ ചെയ്ത് ഇവിടെ എത്താൻ നേരത്ത് നമ്മൾ രാത്രിക്കുള്ള ഫുഡും കഴിച്ചു. അപ്പോൾ അത്രയുള്ളൂ. ബൈ.